പ്രായമായ ഒരാൾ ഗംഭീര സ്വരത്തിൽ ഒരു പ്രസംഗം ചെയ്തു. പ്രഭോ, അങ്ങയെ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ കറിയോത്ത് ദേശം അഭിമാനം കൊള്ളുന്നു. ഇതൊരു വലിയ ഭാഗ്യമാണ്. ഇത് ആനന്ദത്തിൻ്റെ ദിവസമാണ്. അങ്ങയെ ഇവിടെ സ്വാഗതം ചെയ്യുന്നതും ഈ നഗരത്തിൽ നിന്നൊരാൾ അങ്ങയുടെ സ്നേഹിതനും സഹായിയുമായി തീരുന്നതും വലിയ ഭാഗ്യമാണ്. മറ്റാരെങ്കിലും അങ്ങയെ കണ്ടെത്തുന്നതിന് മുമ്പ് അങ്ങയെ കണ്ടെത്തിയ ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. തലമുറ തലമുറയായി അങ്ങയെ ജനം കാത്തിരിക്കുകയാണ്. കർത്താവും രാജാവുമായി അങ്ങ് സംസാരിച്ചാലും വേനലിൽ വരണ്ട ഭൂമി പുതുമഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നന്ദി. പിതാവിൻ്റെ വചനത്തെ ബഹുമാനിക്കുന്നു. വചനമായ എൻ്റെ പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്ന ഈ നാട്ടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു. മനുഷ്യപുത്രന് നന്ദി പറയണം. മനുഷ്യപുത്രനെ ബഹുമാനിക്കണം. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ മനുഷ്യപുത്രനാണ്. മനുഷ്യമക്കൾക്ക് പിതാവായ ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധം തകർന്നു പോയിരുന്നു. ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സമയം ഇതാണ്. കർത്താവായ ദൈവത്തിന് നാം നന്ദി പറയേണ്ടതുണ്ട്. യഥാർത്ഥ കർത്താവും എബ്രഹാമിൻ്റെ ദൈവവും തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്നവനും അവരെ സ്നേഹിക്കുകയും അവർക്ക് വാഗ്ദാനം ചെയ്ത രക്ഷകനെ അയച്ചു കൊടുക്കുന്നവനുമായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അനന്തമായ തിരുമനസ്സിൻ്റെ ദാസനല്ല, ആ സ്നേഹമായ തിരുമനസ്സിന് തന്നെയാണ് സ്തുതിയും മഹത്വവും ഉണ്ടാകേണ്ടത്. അങ്ങയുടെ വാക്കുകൾ ഒരു പ്രവാചകൻ്റെ വാക്കുകളാണ്. ഞാൻ പ്രാർത്ഥനാലയത്തിൻ്റെ തലവനാണ്. ഇന്ന് സാബത്ത് ദിവസമാണ്. അങ്ങ് രാജാവിനെ അഭിഷേകം ചെയ്യുന്ന എണ്ണ കൊണ്ട് അഭിഷിക്തനല്ല എന്ന് തോന്നുന്നു. വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എണ്ണയാണ് അങ്ങയുടെ തലയിൽ പൂശിയത്. അതുകൊണ്ട് അങ്ങിൻ്റെ വീട്ടിലേക്ക് വരൂ. മോശയുടെ നിയമം ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കൂ. ഞാൻ വരാം. ഒരുപക്ഷെ അങ്ങ് യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കാം. ഇല്ല യൂദാസേ, ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് ക്ഷീണം എനിക്ക് തടസ്സമാകില്ല. മനുഷ്യരെ നിരാശപ്പെടുത്താൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. എന്നാൽ ഉടനെ പോരൂ. കറിയോത്തിലുള്ള ജനമന്ത്രിയും അങ്ങയെ കാത്ത് അവിടെ നിൽപ്പുണ്ട്. പ്രാർത്ഥനാലയത്തിൻ്റെ അധിപൻ നിർബന്ധിച്ചു. നമുക്ക് പോകാം. അവർ പുറത്തേക്ക് പോകുന്നു. യൂദാസിൻ്റെയും പുരോഹിതൻ്റെയും നടുക്കാണ് ഈശോ നടക്കുന്നത്. അവർക്ക് ചുറ്റും നഗരത്തിലെ പ്രമാണിമാരും ജനക്കൂട്ടവും. എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് ഈശോ മുമ്പോട്ട് നീങ്ങുന്നു. നഗരത്തിൻ്റെ നടുക്കായാണ് പ്രാർത്ഥനാലയം. അവർ ആലയത്തിൽ പ്രവേശിക്കുന്നു. വേദപുസ്തകം വെച്ചിട്ടുള്ള പീഠത്തിനരികിൽ പോയി നിന്ന് ഈശോ സംസാരിക്കാൻ തുടങ്ങി. മനോഹരമായ ഉടുപ്പുകൾ അണിഞ്ഞ പ്രചോദനം കൊണ്ട് തിളങ്ങുന്ന മുഖത്തോടു കൂടി കൈവിരിച്ചു നിന്ന് ജനങ്ങളോട് താൻ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ ഈശോ സംസാരിച്ചു തുടങ്ങി. കറിയോത്തിലെ ജനങ്ങളെ, ദൈവവചനമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. പിതാവിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ്. വചനത്തിൻ്റെ അതീശത്വം. ഇസ്രയേലിൽ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാലുടൻ അത് പിതാവിങ്കലേക്ക് മടങ്ങിപ്പോകും. നിങ്ങളുടെ ഹൃദയവും മനസ്സും സത്യത്തിനായി തുറന്നു കൊടുക്കുകയും അങ്ങനെ നിങ്ങൾ തെറ്റുകളിൽ നിന്നും മനസ്സിൻ്റെ ആശങ്കകളിൽ നിന്നും മോചനം നേടും. നമുക്കായി ഒരു ശിശു പിറന്നിരിക്കുന്നു, ഒരു മകനെ നമുക്ക് നൽകിയിരിക്കുന്നു. അവനെ അധികാരം വരമേൽപ്പിച്ചിരിക്കുന്നു. അവന് കൊടുത്തിരുന്ന പേര് അത്ഭുതം പ്രവർത്തിക്കുന്ന ഉപദേശകൻ, ബലവാനായ ദൈവം, അനശ്വരനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നിങ്ങനെയാണ്. ഇത് എൻ്റെ പേരാണ്. സീസറിനും ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കും അവരുടെ ഇരകളെ വിട്ടുകൊടുത്തിരിക്കുന്നു. ഞാനൊരു കൊള്ള നടത്തും. തീ കൊളുത്തി ശിക്ഷിക്കേണ്ട കൊള്ളയായിരിക്കില്ല അത്. നേരെ മറിച്ച് പിശാചിൻ്റെ തീയിൽ നിന്നും അവൻ്റെ ഇരകളായ ഏറെ പേരെ ഞാൻ തട്ടിയെടുക്കും. അവരെ ഞാൻ സമാധാനത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ രാജാവ് ഞാനാണ്. ഭാവിയുടെ രാജാവ് ഞാനാണ്. അനന്തമായ കാലത്തിൻ്റെ അധിപൻ ഞാനാണ്. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ജീവിതവിശുദ്ധിയുള്ളവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരുമായിരുന്നു. ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിരുന്നു അവർ. ഭാവി വ്യക്തമായി കണ്ടവരാണ് പ്രവാചകന്മാർ. അവരിൽ ഒരാളായിരുന്നു ദാവീദ്. ദാവീദ് എന്നെ വിളിക്കുന്നത് ദൈവം എന്നാണ്. ഞാൻ പിറന്നത് ദാവീദിൻ്റെ ഗോത്രത്തിലാണ്. ദൈവം ഒരാളെ മാത്രം തിരഞ്ഞെടുത്തു, എൻ്റെ മകനെ. അവന് ചെയ്തു തീർക്കുവാനുള്ള ജോലി വളരെ വലുതാണ്. ഈ കൊട്ടാരം മനുഷ്യനുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. ഇത് ശരിയാണ്. രാജാക്കന്മാരുടെ രാജാവായ ദൈവം ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ, തൻ്റെ മകനെ. മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വീട് പണിയാൻ ദൈവം തിരഞ്ഞെടുത്തത് മകനെയാണ്.
കെട്ടിടം പണിയാനുള്ള സാധന സാമഗ്രികൾ സംഭരിച്ചു കഴിഞ്ഞു. പരസ്നേഹമാകുന്ന സ്വർണം, ചെമ്പും വെള്ളിയും ഇരുമ്പും അപൂർവ മരങ്ങളും വിലപ്പെട്ട കല്ലുകളും ഇവയെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ ശേഖരിച്ചിരിക്കുന്നു. വചനം അതെല്ലാം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഭവനം പണിതുയർത്തുന്നു. എന്നാൽ മനുഷ്യൻ സഹകരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്രമം നിഷ്ഫലമാണ്. ദൈവം സ്വർണം കൊണ്ടുവരുന്നിടത്ത് മനുഷ്യന് സ്വർണം കൊണ്ടുവരണം. വെള്ളിക്ക് വെള്ളിയും ചെമ്പിന് ചെമ്പും ഇരുമ്പിന് ഇരുമ്പും. അതായത് സ്നേഹിക്കുന്നിടത്ത് സ്നേഹവും, പരിശുദ്ധിക്ക് വേണ്ടി ആത്മസംയമനവും, വിശ്വസ്തതയും പാലിക്കാൻ വേണ്ടി സ്ഥിരോത്സാഹവും, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ശക്തിയും വേണം. കല്ലിന്ന് ചുമക്കണം, തടി നാളെ ചുമന്നാൽ മതി. ഇന്നൊരു ദാനപ്രവൃത്തി ചെയ്യുക, നാളെ ഒരു സൽപ്രവൃത്തി. അങ്ങനെയാണ് ഈ ഭവനം നിർമ്മിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിരന്തരം പണിതുകൊണ്ടിരിക്കണം. ഗുരുവും മിശിഹായും ഇസ്രയേലിൻ്റെയും ദൈവജനത്തിൻ്റെയും നിത്യനായ രാജാവുമായ ആൾ നിങ്ങളെ വിളിക്കുന്നു. ഈ ജോലി ചെയ്യുന്നതിന് നിങ്ങൾ പരിശുദ്ധരാകണമെന്ന് ആവശ്യപ്പെടുന്നു. അഹങ്കാരവും ഉപേക്ഷിക്കുക. ദൈവത്തിന് അവകാശപ്പെട്ടതാണ് സ്തുതി. മാനുഷികമായ ചിന്തകൾ കൈവെടിയണം. ദൈവത്തിൻ്റെതാണ് രാജ്യം. എളിമയോടുകൂടി ഞാൻ പറയുന്നത് ഏറ്റുപറയൂ. പിതാവേ, സമസ്തവും അങ്ങയുടേതാകുന്നു. നല്ലതെല്ലാം അങ്ങയുടേതാണ്. സത്യത്തിൽ അങ്ങേക്ക് സേവനമനുഷ്ഠിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞാൻ ആരാണ്? പറയൂ. നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാണെങ്കിലേ ദൈവം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു അവിടെ താമസിക്കൂ. ഇങ്ങനെ സ്വയം പരിശുദ്ധരായെങ്കിലേ നിങ്ങൾക്ക് ശരിയായ മഹത്വമുണ്ടാകും. നിങ്ങളെല്ലാവരും ഈ ലോകത്ത് തീർത്ഥാടകരാണ്, പരദേശികളാണ്. നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യത്തേക്ക് പോകണം. അങ്ങോട്ടുള്ള വഴി ഇതാണ്. 10 കൽപ്പനകൾ വിശ്വസ്തയോടെ കാത്തുസൂക്ഷിക്കുക. ശിക്ഷിക്കപ്പെടുമെന്ന് ഭയം കൊണ്ടല്ല, സ്വർഗസ്ഥനായ പിതാവിനോട് സ്നേഹം കൊണ്ട്. പെട്ടകം, പുണ്യപൂർണമായ ഹൃദയം, വിജ്ഞാനത്തിൻ്റെയും മന്നയും നിർമ്മലമായ ഉദ്ദേശത്തിൻ്റെ ശിഖരവും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പെട്ടകം. ആ ശിഖരം കിളിർക്കാതിരിക്കില്ല. ലോകത്തിൻ്റെ വെളിച്ചം ഇതാ, ഇതിൻ്റെ അടുത്തേക്ക് വരുവിൻ. നിങ്ങളുടെ ഭവനങ്ങൾ പ്രകാശമാനമാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്നിരിക്കുന്നു. വേറൊന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. എനിക്ക് പൊന്നും പണവുമില്ല. ലോകത്തിനടുത്ത സ്ഥാനമാനങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. ആത്മീയമായ സമ്പത്തെല്ലാം എൻ്റെ പിതാവിൻ്റേതാണ്. അതെല്ലാം എനിക്കുള്ളതാണ്. സ്വർഗത്തിലെ അനശ്വരമായ മഹത്വം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിച്ചാൽ മതി. ദൈവതിരുമനസ് നിറവേറ്റിയാൽ മതി. നിങ്ങൾക്ക് സമാധാനം. ഇതുവരെ ക്ഷേമാപൂർവം ഈശോയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ അസ്വസ്ഥരായി. അവർ പിറുപിറുക്കാൻ തുടങ്ങി. പ്രാർത്ഥനാലയത്തിൻ്റെ അധിപനുമായ ഈശോ സംസാരിക്കുന്നു. പ്രമാണിമാരെന്ന് തോന്നുന്ന കുറേ പേർ കൂടി ഈശോയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. ഗുരു, അങ്ങ് ഇസ്രയേലിൻ്റെ രാജാവല്ലേ? ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. അതെ, ഞാൻ രാജാവാണ്. പിന്നെ അങ്ങ് എന്താണ്? ലൗകികമായ അർത്ഥത്തിൽ ഞാൻ ധനവാനല്ല. സമ്പത്ത് തരാമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. എനിക്ക് സത്യം പറയാൻ മാത്രമേ കഴിയൂ. ഇതാണ് സത്യം. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. തെറ്റിദ്ധാരണയും അത്യുന്നതനായ ദൈവത്തോടുള്ള ബഹുമാനവുമാണ് വികലമായ ചിന്താഗതിക്ക് അടിസ്ഥാനം. മിശിഹ ഇതാ വരുന്നു എന്ന് നിങ്ങളോട് പ്രവാചകന്മാർ പറഞ്ഞു. നിങ്ങളും ഇസ്രയേലിൽ അനവധി ആളുകളും വിചാരിച്ചു മിശിഹായും രാജാവും ഒന്നു തന്നെയാണെന്ന്. നിങ്ങളുടെ മനസ്സ് ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. മനോഹരമായ ഈ ശരത്കാല ആകാശത്തേക്ക് നോക്കുവിൻ. വളഞ്ഞ വില്ല് പോലെ കാണുന്ന ആ നീലിമയ്ക്ക് അപ്പുറത്ത് ഒന്നുമില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതിനേക്കാൾ മനോഹരമായ ആകാശമണ്ഡലങ്ങൾ ഇനിയുമുണ്ട്. അങ്ങ് പർദീസ വരെ പടർന്നു കിടക്കുന്നതും നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതവുമാണ് ആ മേഖലകൾ. കർത്താവിൽ മൃതിയടയുന്ന എല്ലാവരെയും മിശിഹ ആ പർദീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന ഈ ആകാശവും പർദീസയും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ടോ അത്രമാത്രം അന്തരമുണ്ട് ജനസങ്കല്പങ്ങളിലെ മിശിഹായുടെ രാജ്യത്വവും തമ്മിൽ. മിശിഹായുടെ രാജ്യത്വം പൂർണ്ണമായും ദൈവികമാണ്. പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അത്ര ഉന്നതങ്ങളിലേക്ക് മനസ്സിനെ ഉയർത്താനാകുമോ? ആകും. വേണമെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അങ്ങേ ഞങ്ങൾ എന്തു വിളിക്കണം? അങ്ങ് രാജാവല്ല എന്നല്ലേ പറയുന്നത്? എന്നെ ഗുരു എന്ന് വിളിക്കാം. ഈശോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ഗുരുവാണ്, ഈശോയാണ്, രക്ഷകനാണ്. ഒരു വയസ്സൻ പറഞ്ഞു, പ്രഭോ, ഞാൻ പറയുന്നത് ദയവായി കേൾക്കണം.
കുറേ കാലം മുമ്പ്, ഏറെ വർഷങ്ങൾക്ക് മുമ്പ്, സീസറിൻ്റെ കൽപ്പന വന്ന കാലത്ത് ബെത്ലഹേമിൽ രക്ഷകൻ പിറന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേട്ടു. ഞാനും മറ്റു പലരും അവിടെ പോയി. അവിടെ ഞങ്ങൾ ഒരു ശിശുവിനെ കണ്ടു. അതിനെ കണ്ടാൽ മറ്റു ശിശുക്കളെ പോലെ തന്നെ ഇരിക്കും. എങ്കിലും ഞാൻ അതിനെ വിശ്വാസത്തോടു കൂടി ആരാധിച്ചു. പിന്നെ യോഹന്നാൻ എന്നുള്ള പേരുള്ള ഒരു പ്രവാചകനെ പറ്റി കേട്ടു. ഇവരിൽ ആരാണ് യഥാർത്ഥ മിശിഹ? നിങ്ങൾ ആരാധിച്ച ശിശുവാണ് മിശിഹ. യോഹന്നാൻ മിശിഹായുടെ മുന്നോടിയായിരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ പുണ്യവാൻ. എന്നാൽ യോഹന്നാൻ മിശിഹ ആയിരുന്നില്ല. അങ്ങായിരുന്നോ ആ ശിശു? ആയിരുന്നു. ആ നവജാതനായ ശിശുവിന് ചുറ്റും നിങ്ങൾ എന്തു കണ്ടു? ദാരിദ്ര്യം, ശുചിത്വം, സത്യസന്ധത, പരിശുദ്ധി. ആരോടും അധികം സംസാരിക്കാത്തവനും ദയാവായ്പുള്ളവനുമായ ഒരു ആശാരി. ജോസഫ് എന്നു പേര്. ആശാരിപ്പണി ചെയ്യുന്നവനാണ്. പക്ഷേ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവൻ. അയാളുടെ ഭാര്യ ഒരു യുവതി, കുഞ്ഞിൻ്റെ അമ്മ. അഴകുള്ളവളും ശാലിനിയുമായ അവളുടെ പേര് മേരി എന്നായിരുന്നു. എൻഗേസിയിലെ റോസാപ്പൂക്കളെക്കാളും കൊട്ടാര വളപ്പിലെ പൂന്തോട്ടത്തിൽ വളരുന്ന ലില്ലിപ്പൂക്കളെക്കാളും ഐശ്വര്യമുള്ളതായിരുന്നു അവളുടെ മുഖം. വലിയ നീല മിഴികളും സ്വർണ്ണമുടിയുമുള്ള ഒരു ശിശു. ഞാൻ ഇത്രയൊക്കെയേ കണ്ടിട്ടുള്ളൂ. ആ ശിശുവിൻ്റെ അമ്മ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. എൻ്റെ ഈ കുഞ്ഞിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളോടുകൂടി. അനന്തമായ രാജ്യത്തിൽ കർത്താവിനെ കണ്ടുമുട്ടും വരെ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. അങ്ങോട്ടുള്ള പ്രയാണത്തിനിടക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ തേടി വരട്ടെ. എനിക്ക് 84 വയസ്സായി. എൻ്റെ അന്ത്യം അകലെയല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ടെത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും ഇതാ ഞാൻ അങ്ങയെ കണ്ടെത്തിയിരിക്കുന്നു. എനിക്കിനി അങ്ങയുടേതല്ലാത്ത വെളിച്ചമൊന്നും കാണണ്ട. ഈ മനോഹരമായ ദേഹം ഒരു പുത്തനുടുപ്പ് പോലെ അണിഞ്ഞിട്ടുള്ള അങ്ങയെ ഞാൻ കാണുന്നു. അങ്ങ് മാംസവും രക്തവുമുള്ള മനുഷ്യാകൃതി സ്വീകരിച്ചിരിക്കുന്നു. എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞു. മരണാസന്നനായ ഞാൻ ദൈവത്തിൻ്റെ വെളിച്ചം കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ചെവികൊള്ളുവിൻ. അരൂപിയിൽ പ്രചോദനായ ആ വൃദ്ധൻ ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടി. അയാൾ ഈശോയുടെ അടുത്താണ്. ഊന്നുവടിയിൽ നിന്നും കൈവിട്ട് വിറയ്ക്കുന്ന കൈകളും നരച്ച തലയും ഈശോയുടെ നേർക്കുയർത്തി നിന്നു. താടി ഇരുവഴി ഒഴുകുന്നു. അയാളെ കണ്ടാൽ പഴയ നിയമത്തിലെ ഒരു ഗോത്രപിതാവിനെ പോലെയോ ഒരു പ്രവാചകനെ പോലെയോ ഇരിക്കും. ഞാൻ അവനെ കാണുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവനും ഉന്നതരിൽ ഉന്നതരും സകല ഗുണപൂർണനുമായ ദൈവത്തെ ഞാൻ കാണുന്നു. സ്നേഹം കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയവനും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും പിതാവുമായി ഒന്നായിരിക്കുന്നവനുമായ അവനെ ഞാൻ കാണുന്നു. അവനൊരു സ്വരം മാത്രമല്ല, അശരീരിയായ ഒരു സാന്നിധ്യമല്ല. മോശ അത്യുന്നതനെ കണ്ടതുപോലെയോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മുടെ ആദിപിതാക്കൾ കുളിർക്കാറ്റ് വീശുന്ന സായം സന്ധ്യയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്തതുപോലെയോ അല്ല. മനുഷ്യരൂപിയായ ഒരാൾ നിത്യപിതാവിങ്കിലേക്ക് ഉയരുന്നത് ഞാൻ കാണുന്നു. തേജോമയമായ മനുഷ്യ ശരീരം, ദൈവികമായ ശരീരത്തിൻ്റെ മഹത്വവും മനോഹാരിതയും. ദൈവമനുഷ്യൻ്റെ മനോഹാരിത, അത് രാജാവാണ്. രാജാവ് ഇസ്രയേലിൻ്റെ അല്ല, ലോകം മുഴുവൻ്റെയും രാജാവ്. ലോകത്തിലെ രാജാക്കന്മാരെല്ലാം അവിടുത്തെ ചെങ്കോലിന് മുമ്പിൽ നിഷ്പ്രഭമാകുന്നു. അവിടുത്തെ ശിരസിൽ ഒരു കിരീടവും കയ്യിലൊരു ചെങ്കോലുമുണ്ട്. അവിടുത്തെ മാറിൽ രത്നങ്ങളും മുത്തുകളും പതിച്ച വെട്ടിത്തിളങ്ങുന്ന ഒരു പതക്കമുണ്ട്. അതിൽ നിന്നും തീജ്വാലകൾ ഉലയിൽ നിന്നെന്ന പോലെ പുറത്തേക്ക് വരുന്നു. അവിടുത്തെ കൈപ്പട്ടയിലും പാദങ്ങളിലെ ചെരുപ്പിൻ്റെ വാറിലും ചുവന്ന രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളിൽ നീ എന്തുമാത്രം പ്രകാശമാണ് പ്രവഹിക്കുന്നത്. ജനതകളെ, നിത്യനായി ഈ രാജാവിനെ കണ്ട് അത്ഭുതപ്പെടുവിൻ. ഞാൻ അങ്ങയെ കാണുന്നു. ഞാൻ അങ്ങയോടൊപ്പം ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പ്രഭോ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. എൻ്റെ ആത്മാവിലെ വെളിച്ചം കൂടുതൽ ഉജ്ജ്വലമാകുന്നു. സ്വന്തം രക്തത്തിൽ അഭിഷിക്തനായാണ് രാജാവ് നിൽക്കുന്നത്. തലയിൽ മുള്ളുകൊണ്ടുള്ള ഒരു മുൾമുടി ധരിച്ചിരിക്കുന്നു. തലയിൽ നിന്നും ചോര ഒഴുകുന്നു. ഒരു കുരിശാണ് ചെങ്കോൽ. ആ മനുഷ്യനിതാ ഇവിടെ. അത് അങ്ങാണ്. അങ്ങ് അർപ്പിക്കാൻ പോകുന്ന ബലിയെ ഓർത്ത് അങ്ങയുടെ ദാസരിൽ കരുണ കാട്ടണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കാരുണ്യത്തിന് ഏൽപ്പിച്ചു തരുന്നു. ഇത്രയും നേരം പ്രവചനത്തിൻ്റെ പ്രചോദനം കൊണ്ട് നേരെ നിവർന്നു നിന്ന വൃദ്ധൻ തളർന്നു വീണു. നിലം പതിക്കുന്നതിന് മുമ്പ് ഈശോ അയാളെ പിടിച്ച് തൻ്റെ മാറിൽ ചേർത്തു. സാവൂലെ, സാമുവൽ മരിക്കുകയാണ്. വേഗം അയാളെ പിടിച്ചോളൂ. മരിക്കുന്ന ഈ നീതിമാന് സമാധാനം.
പ്രാണൻ പോയ ആ മനുഷ്യൻ്റെ ശരീരത്തിന് ഭാരം കൂടി വരുന്നത് പോലെ തോന്നി. ഈശോ കുനിഞ്ഞ് അയാളെ താങ്ങി നിലത്തു കിടത്തി. അതിനുശേഷം എഴുന്നേറ്റ് നിന്നു. എങ്ങും നിശബ്ദത. ഈശോ പറഞ്ഞു, ഇവൻ്റെ ആത്മാവിന് സമാധാനം. വെളിച്ചം കണ്ടാണ് ഇയാൾ മരിച്ചത്. അയാൾക്ക് ഏറെ കാലം കാത്തിരിക്കേണ്ടി വരില്ല. താമസിയാതെ ദൈവത്തിൻ്റെ മുഖം കാണുകയും ആനന്ദമടയുകയും ചെയ്യും. കർത്താവിൽ മരണമടയുന്നവർക്ക് മരണമില്ല. അവർക്ക് ജീവൻ ഇല്ലാതാകുന്നില്ല. താമസിയാതെ ജനം പിരിഞ്ഞുപോയി. ഓരോ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. സ്ഥലത്തെ പ്രമാണികളും ഈശോയും ശിഷ്യന്മാരും പ്രാർത്ഥനാലയത്തിൻ്റെ അധിപനും മാത്രം അവിടെ നിൽപ്പുണ്ട്. പ്രഭോ, അയാൾ പ്രവചിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകൾ സത്യത്തെ കണ്ടു. നമുക്ക് പോകാം. അവർ പുറത്തേക്ക് പോകുന്നു. ഗുരു, ദൈവത്തിൻ്റെ അരൂപിയിൽ നിവേശിതനായാണ് സാവുൾ മരിച്ചത്. ഞങ്ങൾ അയാളെ സ്പർശിച്ചു. ഞങ്ങൾക്ക് അശുദ്ധി ബാധിച്ചിട്ടുണ്ട്. അങ്ങേക്കോ? ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ. ഞാൻ മോശയുടെ നിയമം മാറ്റുന്നില്ല. നിയമം ഇസ്രയേലിലെ എല്ലാവർക്കും ബാധകമാണ്. ഓരോ ഇസ്രയേൽക്കാരനും അത് പാലിക്കണം. നമുക്ക് അശുദ്ധി ബാധിച്ചു. 3 ദിവസത്തിനും 7 ദിവസത്തിനും ഇടയ്ക്ക് ശുദ്ധീകരണത്തിന് നാം വിധേയരാകണം. അതുവരെ നാം അശുദ്ധരാണ്. യൂദാസേ, നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരുന്നില്ല. ആ വീട് അശുദ്ധമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരെയെങ്കിലും പറഞ്ഞയച്ച് വിവരം അറിയിക്കണം. ഈ നഗരത്തിന് സമാധാനം. നമുക്ക് പോകാം. ഇതല്ലാതെ വേറൊന്നും ഞാൻ കാണുന്നില്ല.